ഒരു വർഷം അഭിനയിക്കുന്ന സിനിമകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയാം. മേക്കിംഗ് സ്റ്റാർ പേരും വിളിക്കുന്നുണ്ട്. അത് ഇവർക്ക് അത്രത്തോളം പടം വരാത്തോണ്ട, അല്ലെങ്കിൽ രണ്ടാളും അഭിനയിക്കാൻ റെഡിയാണ്. റോൺസെല്ലും വരുന്നില്ല, അതാണ് സത്യമായിട്ട് ചോദിച്ചു. 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ. അതെ, എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു, വരുന്നു, ചെയ്യുന്നു. ഇവന്റെ അത്രയും വരുന്നില്ല. അല്ല, നമുക്കിതിപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. പല പല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്ന് പറയുന്നത് നടന്ന ഒരു വർഷം ഒരു 13-15 സിനിമകൾ മിനിമം ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഞാൻ 13 ചെയ്തതിൽ ഞാൻ നടികരിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീബാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ബാഡ് ബോയ്സിന് 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ 13-14 എന്നൊക്കെ പറയണത്. അപ്പോൾ അതിനകത്ത് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ, വർഷങ്ങൾക്ക് ശേഷം പിന്നെ 3 സിനിമ 4 സിനിമയുള്ള ഞാൻ ഫുൾ ലെങ്ത് ഉള്ള സിനിമകൾ. ബാക്കി എല്ലാത്തിനകത്തും അവിടെ ഇവിടെ ചില്ലറ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ 13-14 എണ്ണം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് 4 എല്ലാം എൻ്റെ തലയിൽ ഇടരുത് കേട്ടോ. ഞാൻ ചോദിക്കുന്നതിനോടാണ്, ഇപ്പം ഈ കഥാപാത്രങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ആ എഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും, അല്ലെങ്കിൽ പുതുമുഖ സംവിധായകർക്കും അതുപോലെ ക്രൂവിനും അവർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഒരു നടനെ സംബന്ധിച്ച് ഇതൊരു സിനിമകൾ ചെയ്യുമ്പോൾ ഒരു കാര്യം. അപ്പോൾ ധ്യാനം എന്ന് പറയുന്ന നടൻ എന്നുള്ള ഇതിൽ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോഴുള്ളൊരു എങ്ങനെയായിരുന്നു? ധ്യാൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്? നിങ്ങളുടെ അടുത്തായിരുന്നു ഞാൻ ചോദിക്കുന്നത്. ധ്യാൻ്റെ ഇത്തരം വളർച്ച കാണുമ്പോൾ ഒരു കാര്യം ഒരിക്കലുമില്ല. അല്ല, എനിക്ക് ചോദ്യം മനസ്സിലായില്ല എന്താണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ഓരോ ആക്ടേഴ്സ്, ഞാൻ ആസ് എൻ ആക്ടർ എനിക്കൊരു വിഷൻ ഉണ്ട്. ഞാൻ എങ്ങനെ എത്തണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വിഷൻ എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഞാൻ ഒരു വിഷൻ കണ്ടിട്ടുണ്ട്. ധ്യാനിനും ധ്യാനിൻ്റെ വിഷൻ അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെയാണ് സിനിമകളുടെ ഇതിൽ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ഈ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ മറ്റു കഥാപാത്രങ്ങൾക്ക് സാമ്യം ആവുമെന്നുള്ള ഇതൊക്കെ ഉണ്ടാകാറില്ല. അതാണ് ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു വർഷം ഇത്രയും സിനിമ ചെയ്യുമ്പോഴേ അത് ചോദിക്കും. എന്നോട് ചോദിക്കുകയാണല്ലോ, ഞാനോട് ഏതാ എടാ, നാളെ നീ ഒരു സിനിമ ചെയ്യാണ് വിളിക്കുകയാണെങ്കിൽ ഞാൻ വരുവാടാ. എന്റെ കഥയെല്ലാം കൊള്ളൂല്ലെങ്കിൽ പോലും അത്രേ ഉള്ളൂ. അതാണ് ഒരു ബന്ധത്തിന്റെ പുറത്തല്ലേ. ദൈവൻ എന്നോട് ചാൻസ് ചോദിച്ചു, അഭിനയിക്കാൻ വന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഓക്കെ എന്ന്. 3000-ൽ ഒരാളല്ലേ. തിരിഞ്ഞോളൂ. ആ, അപ്പൊ നമ്മൾ അത്രയല്ലേ ഉള്ളൂ, അതിലൊരു ബന്ധം. ഇനി നാളെ സിനിമ ഞാൻ വരും, അത്രയല്ലേ ഉള്ളൂ. നാളെ റോണി ചേട്ടൻ കണ്ണൂർ സ്കോഡ് 2 വിളിച്ചാൽ ഞാൻ പോകും. വിളിക്കോ? കുറെ സിനിമകളായി ഈ കുറ്റലിലേക്ക് എത്തിയിരിക്കുമ്പോൾ വലിയ സിനിമകൾ ചെയ്യുന്നു, ചെറിയ സിനിമകൾ ചെയ്യുക. ഈ സിനിമ ഇത്തരം ചെറിയ സിനിമ പുതിയ സംവിധായകർ ചെയ്യാമെന്ന് തീരുമാനിക്കാൻ വലിയ പ്രൊഡ്യൂസറുകളാണ്. അത്ര ഒരു തീരുമാനം ഞാൻ തന്നെ നായകൻ അങ്ങനെ ഒരു തീരുമാനത്തിന് കാരണം ഉണ്ടാവും. നമ്മൾ പുതിയ ഡയറക്ടേഴ്സ് ആദ്യമല്ലല്ലോ, ഒരുപാട് പുതിയ ഡയറക്ടേഴ്സായിട്ട് നമ്മളിപ്പോൾ സിനിമ ചെയ്തു. ആർട്ടിക്സ് ആയാലും അപ്പം അതും പുതിയ ഡയറക്ടർ, അത് വലിയ ബഡ്ജറ്റ് മൂവിയായിരുന്നു, അതും നമുക്ക് വലിയ റിസ്ക് ആയിരുന്നു. അതും മെയിൻ ആക്ടേഴ്സ് അല്ലല്ലോ അതിലും അഭിനയിച്ചത്. ഇവർ വന്ന് ഇവരുടെ കഥ പറഞ്ഞ് നമുക്ക് ഒരു മീൻസ് അത് ഇഷ്ടപ്പെട്ടു, അവരിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കഥയ്ക്ക് അനുയോജ്യമായ ആക്ടറെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് 1-2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 ആക്ടേഴ്സിനോട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഞാൻ 3 പേരായിരുന്നു നമ്മൾ അതിലുണ്ടായിരുന്നു. ധ്യാനുമായിട്ട് ഞാൻ ധ്യാനുമായിട്ട് സംസാരിക്കുന്നത് ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഞാൻ ധ്യാനോട് പറയുന്നത് എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ധ്യാനൊന്ന് കേൾക്കണം. അത് കേട്ടു, ഞാൻ ഇഷ്ടമായി. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ഓണായത്. പിന്നെ ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്. ധ്യാൻ റെഡിയാണ്, നമ്മൾ ചെയ്യില്ല. അതില് ചാൻസ് ചോദിച്ചാൽ വരാൻ വേണമെങ്കിൽ നടക്കൂല കേട്ടോ. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച് ഒരു പടം ഇതുവരെ ഓടിയിട്ടില്ല. ഒരു പടം ഇറങ്ങിയിട്ടില്ല, ഓടിയിട്ടില്ല പലതും. നമ്മുടെ കോമ്പോ ഫ്ലോപ്പാണ്. അതെ, ആ
ഡയറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതെന്ത് വൈ നോട്ട്? കൈ കൊടുത്തിവിടെ ഉറപ്പിക്കാൻ നമുക്ക് ഒരു പുതിയ സിനിമ. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛനൊക്കെ എന്റെ കയ്യിൽ 500 സ്ക്രിപ്റ്റ് എഴുതരാന്ന് പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ടോ? അതെവിടെ സ്ക്രിപ്റ്റ് എവിടെ? മധ്യസ്ഥ നിന്നത് സ്ക്രിപ്റ്റിലെല്ലാം പുള്ളി എഴുതരാന്നല്ലേ പറഞ്ഞത്. തയ്യാറായിട്ട് ചോദിക്കും പോയിട്ട് വീട്ടിൽ പോയിട്ട് ചോദിക്കും. ആ സ്ക്രിപ്റ്റാണ് ഞാൻ സോമിച്ചിന്റെ പാനലിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെയാണ്. പുതിയ താരങ്ങളാണ്, പുതിയ താരങ്ങളാണ്, അങ്ങനെയാണ് പുതിയ സംവിധായകരാണ്. ഇവരൊക്കെ ഒന്ന് ഇട്ടെടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മേളത്തിന് തിരിഞ്ഞു നോക്കാം, മേളം വെച്ചാൽ ഫോണെടുക്കാം. നമ്മളപ്പോഴത്തേക്ക് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവുമല്ലേ. അവര് വിളിച്ചാൽ സംസാരിക്കും, വിളിച്ചില്ലെങ്കിലും വിഷമമില്ല. അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായല്ലോ, പിന്നെ അവർ അതുമായിട്ട് മുമ്പോട്ട് പോകുമല്ലേ. അതേ ഉള്ളൂ, നമുക്ക് സന്തോഷമാണ്. പിന്നെ നമ്മളുടെ ഒരു മൂവിയെ കൂടെ അവർ വലിയൊരു ഡയറക്ടർ ആവുന്നത് നമ്മൾ പ്രൊഡ്യൂസറാണല്ലോ എപ്പോഴും റിസ്ക് എടുക്കുന്നത്. അതിൽ വിജയിച്ചു വരുമ്പോൾ അവർക്ക് കഴിവുണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ അത് ഫ്യൂച്ചറിൽ വിളിക്കാത്തവരൊക്കെ ഇഷ്ടമല്ലേ. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വിഷയങ്ങൾ മേഡത്തിനാണ് കൊണ്ടായത്. അതിനൊരു പ്രസ് മീറ്റപ്പോഴാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. മേഡത്തിന് കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് വല്ലാത്ത വിഷമത്തിലേക്ക് മേഡം എത്തിയായിരുന്നു. വലിയ ഇടപെടലൊക്കെ ഉണ്ടായി. പിന്നെ ഒരു സിനിമയ്ക്ക് അവരെ സമീപിക്കണമെന്നോ അവരുമായിട്ട് ഇനി ഒരു കൈകോർത്തൊരു സിനിമ ചെയ്യണമെന്നോ വല്ല ആഗ്രഹമുണ്ടോ? ഇൻഡസ്ട്രിയിൽ എല്ലാ പിണക്കവും ടെമ്പററി ആണല്ലോ. നമ്മൾ ആരും പെർമനൻ്റ്ലി ഒന്നും കൊണ്ട് നടക്കില്ലല്ലോ. ചിലപ്പോൾ ഞാൻ പിണങ്ങും, വീണ്ടും സിനിമ ചെയ്യില്ല. ഞങ്ങൾ സിനിമ ചെയ്തതിനു ശേഷം പടം കണ്ടേ. അത് സിനിമ ചെയ്യണം. അതിന് അതുകൊണ്ട് ഇവിടെ ഒന്നും പെർമനന്റ് അല്ലല്ലോ. ആ സമയത്തുള്ള ചേട്ടാ നമുക്ക് ഒരു ജയിലർ വന്നപ്പോ കറക്റ്റ് ഒരു ജയിലർ കൊണ്ടുവന്ന ഒരു ക്ലാഷ് ചെയ്തു. ഇപ്പൊ തഗ് ലൈഫ് വരുമ്പോ അതില് ഞാന് ചേട്ടൻ അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ? ഇത്ര ധൈര്യമുള്ള ഒരു നടനുള്ളൂ. കാര്യമായിട്ട് സത്യം ഇതായിക്കോട്ടോ. അല്ല, ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോ മുതലുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ അത് നമ്മുടെ സുഹൃത്ത് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ബാലു എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു അര ദിവസത്തേക്ക് ഞാൻ ചേട്ടാ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ അതാ പറഞ്ഞേ, അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും. അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിയല്ലേ. അതിൽ ഞാൻ അതിനകത്ത് ഒരു അര ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീനിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മളെന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. ഏതാ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ പിന്നെ അവര് ഉപയോഗിച്ചോണ്ടാ. നന്ദി. അതല്ല, ഒരു കാര്യം ചോദിക്കണം. എയർക്രാഫ്റ്റിൽ ഒരു തലക്കെന്തെങ്കിലും പ്രശ്നം പറ്റിയോ? അതാണ്. എയർക്രാഫ്റ്റിൽ എനിക്ക് പ്രശ്നം പറ്റിയില്ല. അവന് മറ്റേ സ്റ്റൊമക്കിന്റെ സർജറി പറഞ്ഞു. നീ അങ്ങനെ എന്തോ ചോദ്യം ചോദിക്കുക. സോഷ്യലി കമ്മിറ്റഡ് പറയണ അവരെങ്കിലും പറഞ്ഞു പറയുന്നേ പറ. കുറച്ചു വരുമ്പോ പറഞ്ഞല്ലോ, കുറെ മാസം വെറുതെ ഇരുന്നോണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി. അതാണ് എനിക്ക് സത്യം. അപ്പൊ എൻ്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞു, ചൂസ് ചെയ്ത് അവസരം എൻ്റെ അടുത്ത് തന്നെ എത്തിയില്ലേന്ന്. ഞാൻ പടങ്ങളൊക്കെ വരുമ്പോഴേ ഓരോരോ ക്യാരക്ടർ പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ചില സജഷൻസ് പറയും, ടെപ്പ് റെഡി ആക്കിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ തെരു പറഞ്ഞിട്ട് പോയാലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞു മര്യാദയ്ക്ക് വരണ പടങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ കുറച്ച് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. ഞാൻ ഇന്ദ്രനീലിന്റെ അടുത്ത് പടം തുറന്നതിന് തലവിഷയം ഞാൻ പറഞ്ഞു, മീശ പരിപാടി കണ്ടു. സ്കോഡിന്റെ ആ ഒരു പരിപാടി ഗോൾഡ് ബ്രേക്ക് മീശ എടുക്കുന്ന പരിപാടി അവര് പറഞ്ഞാണോ ഞാൻ പറഞ്ഞാണോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പരിചയമുള്ള ആളുടെ ഒരു മാറ്റേഴ്സ് നമ്മളെന്ത് ചെയ്തു വെച്ചത് എഡിറ്റിലൊക്കെ നമ്മൾ കുറെ പോയി ചീപ്പ് എടുത്തിട്ട് നമ്മൾ തല ചെയ്യുന്നതും പിന്നെ മീശ ഇല്ലാത്ത മീശ നമ്മൾ ചെയ്യുന്നതും അങ്ങനെ വരും. പിന്നെ അതും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓവർ ദി ബോർഡായി പോണ സമയത്ത് വളരെ എൻ്റെ ഒരു അനുജനെ പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓവറാട്ടോ കുറച്ചോളം പറയും. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് അത് തിയേറ്ററിൽ വന്ന് പോകുന്നതിനൊക്കെ നല്ലല്ലോ, നമ്മുടെ കൂടുതലൊരു കോ ആക്ടർ പറഞ്ഞു തരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ പടത്തിന്റെ ക്യാമറമാൻ നമ്മുടെ കണ്ണൂർ സ്കോഡിന്റെ ഡയറക്ടറായിരുന്നു. ഇവർ നമ്മൾ ഓൾറെഡി സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ പല കൊള്ളാർക്കാരും ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്കറിയാം. കുറെ നാള് വീട്ടിലിരുന്നുണ്ടോ അത് കൊള്ളാം.
കിട്ടി, ഉത്തരം കിട്ടി. അല്ല, ഞാൻ ഞാൻ 3ാമത്തെ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകൾ ഇതുവരെ എന്ന് പറയുന്ന സിനിമയിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു, CPO ആയിരുന്നു. ഇതിന് ജഗൻ്റെ മൂവിയിൽ അത് ഇറങ്ങിയിട്ടില്ല. അതിൽ SI ആയിട്ടാണ്, പ്രൊബേഷൻ പീരീഡിൽ വരുന്ന SI ആയിട്ടാണ്. ഇതിലിപ്പോൾ CA ആയി. അപ്പോൾ ഇരുത്തം വരുമല്ലോ, കോൺസ്റ്റബിളിൽ നിന്ന് ഇതുപോലെ SI ആയി, അപ്പോൾ CA ആയി. അപ്പോൾ അതിൻ്റെ ഇരുത്തം ഒന്നായിരിക്കും. ഇരുന്നിട്ട് IG ആയിരിക്കും. IG സീസണൊക്കെ കഴിഞ്ഞ ആ ചോദ്യമൊക്കെ ഔട്ടായി പോയി. നമ്മളത് എവിടെയാ? ഇത് മോളെ ഇതൊക്കെ സെൻസർ ചെയ്ത് ഇവിടെ ഒരു സെൻസർ ബോർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ സെൻസർ ചെയ്തിട്ട് 16+ എന്നൊക്കെ അല്ലേ, UBAR ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്നത് സിനിമയിൽ. അത് ആൾക്കാർ ഇൻഫ്ലുവൻസ് അതിനുള്ള ഉത്തരമൊക്കെ കുറേ പേര് ഇതായിട്ട് ഓടി ഉത്തരങ്ങളല്ലേ. അത് ഞാൻ എടുത്തിന് കൊണ്ട് പറയണം. എന്താ സ്വാധീനിക്കുന്നവൻ തോന്നുന്നുണ്ടോന്നോ? ചിലപ്പോൾ സ്വാധീനിക്കാം. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ ഇവിടെ ഉള്ള 10 ആൾക്കാരെടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടോ? നിന്നെ ഉത്തരം കിട്ടിയില്ലേ? ഇത്രയും പേരെ സ്വാധീനിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ല, നിങ്ങളെ സ്വാധീനിച്ചോ? ഒരു ഗ്രാമം മൊത്തം കത്തിച്ച ആളാണ്. അമ്മൂക്കിനെ കൊണ്ട് രാത്രി പാതിരാത്രിയൊക്കെ പോയിട്ട് രാത്രി എഴുതുക. മനുഷ്യൻ പാവം. നിന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ, എന്നെ സ്വാധീനിച്ചിട്ടില്ല. കഴിഞ്ഞു, നമുക്ക് കിട്ടി ഇത്തരം. രണ്ടും ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഉഴപ്പാം, പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന. ചിലപ്പോൾ നമ്മളിപ്പം ഞാനും അജുവും അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ നീം ചേട്ടനൊക്കെ ഉള്ള സെറ്റ് ആണെങ്കിൽ ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? ചാൻസസ് ഓഫ് ഉഴപ്പിന് സാധ്യതയുണ്ട്. കാരണം എല്ലാത്തിനകത്ത് ഉഴപ്പ് ചിലപ്പോൾ നമുക്ക് കണ്ടെന്ന് വരാം. പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും ഒരു കടിഞ്ഞാൺ കൺട്രോൾ സംവിധായകൻ എന്തായാലും ഉണ്ടോ. അതെൻ്റെ ചേട്ടൻ്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട്, ബേസിലുണ്ട്, അവിടെ നീരജുള്ള ദിവസമുണ്ട്. നമ്മൾ ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അവിടെ ഒരാൾ വന്നിട്ട് വടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചടക്കത്തോടെ അവിടെ പോയി ഇരിക്കും. ഇപ്പോൾ നീരജേട്ടൻ എന്നോട് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു, ഇങ്ങനെ എത്ര മണിക്കാണ് ഇവിടെ ഷൂട്ടുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ 6 മണിക്കൊക്കെ ഫസ്റ്റ് ഷോട്ട് വരും. 6 മണിക്ക് 6 മണിക്ക് പട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മണിക്കാൻ വരും. ഞാൻ നോക്കുമ്പോൾ 6:10 അവിടെ വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതുപോലെ ഒരാളുണ്ടാകുമ്പോൾ കറക്റ്റ് അനുസരണ അവിടെ വരും. അപ്പോൾ അവിടെ വലിയ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല. അത് ഏതാണ് ട്രാക്ക് ഇട്ടത്? അത് എന്താ പാട്ടാണ്? മൈക്കിൾ ജാക്സൺ അല്ലല്ല, സിനിമ സിബി ഏതാണോ? നീയാണോ മൈക്കിൾ ജാക്സൺ? സിബി ഏതാണോ അത്? ഫസ്റ്റിലുള്ള സോങ് അല്ലേ? ആ ഫസ്റ്റും ഓക്കെ അത് ഞാൻ ചെയ്യുന്ന ട്രാക്കാണത്. അല്ലാതെ ഇതൊക്കെ എന്തിനാണ്? അവര് പറഞ്ഞു, ഞാൻ വെച്ചു. അത് വെച്ച് കഴിയുമ്പോ ലാലേട്ടന് അനുഭവിച്ചതായിട്ടുള്ളൊരു കോംബോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സോഫിമാൻ പ്രൊഡ്യൂസ് ചെയ്യണം. അതിന്റെ അപ്ഡേഷൻ ഒന്ന് പറയാമോ? അതുണ്ടോ? ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ അൻവർഷിതായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. എല്ലാവർക്കും ആഗ്രഹമാണല്ലോ. അത് ലാലേട്ടനും ആരായി നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല. മാസമായിരിക്കും. ഒന്നും തീരുമാനിച്ചിട്ടില്ല. പ്രോജക്റ്റ് ഉണ്ട്, അത്രയും. ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലെയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു. എല്ലാവരും ഒരു നെഗറ്റീവ്, ആ പടത്തിന്റെ കറക്റ്റീവ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ വരാറില്ല. ആകെ ഒരു അശ്വൻ ഗോപ്പൊക്കെയാണ് അത്യാവശ്യം 90% എങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നത്.
പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവം എനിക്കുണ്ടായിരുന്നു. ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസ് അറിയിക്കുക, ആ പടം ഒറ്റിട്ട് വരണം. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മ എന്ന സിനിമ. പൊന്മ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊടുത്തതിന് ശേഷം അങ്ങനെ വിചാരിച്ച് പലരും തിയേറ്ററിൽ പോയില്ല. ആ പടം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് മൂവീസ് ഒന്നാണ്. അത് പലരുടെ നിന്റെ അഭിപ്രായം അല്ല, ഐ മീൻ കുറെ എല്ലാ പടവും ഇഷ്ടപ്പെടുന്ന ഒരാളല്ലോ ഒരു പടവും ഇതുവരെ കണ്ടില്ല. 90% നമുക്കൊന്നും അല്ലാട്ടോ നിന്റെയാന്ന് പറയണം. ഞാൻ കാണാറുണ്ട്, ഞാൻ അശ്വിൻ റിവ്യൂ കാണാറുണ്ട്. എനിക്കത് വർക്ക് ആവാറുണ്ട്, എല്ലാമല്ല. അതാ പറഞ്ഞത് ഫസ്റ്റ്. ഇപ്പൊ എന്താ നിന്റെ ചോദ്യം? ഇറങ്ങിയാലാണ് അതിന്റെ കറക്റ്റ് റെസ്പോണ്ട് അറിയാൻ പറ്റുന്നുള്ളൂ. കാരണം അന്നേരമാണ് പ്രേക്ഷകരെല്ലാം കൂടുതൽ പേരും ആ സിനിമകൾ കണ്ടിട്ട് അതിന്റെ റിവ്യൂ നമുക്ക് ട്രോളായിട്ടും അതിന്റെ റെസ്പോൺസ് തരാറുണ്ട്. അതായത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്താണ് കറക്റ്റ് റിവ്യൂ എല്ലാവരും പറയാത്തതെന്നാണ് എന്റെ ചോദ്യം. ഒരു സിനിമ ഇറങ്ങുമ്പോൾ കറക്റ്റ് റിവ്യൂ ആരും കറക്റ്റ് പറയുന്നില്ല. അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവര് പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്ക് ഓരോ ബുദ്ധി ആലോചനയല്ലേ. അത് നീ ഇപ്പൊ എന്നോട് വെച്ചിട്ട് നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാത്തെന്ന് വെച്ചാൽ നമുക്ക് ഒരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റുമോ? നിന്റെ വിശ്വസിച്ചുകൾ അത്യട്ടി ഞാൻ പുറത്ത് പോയെന്ന് പറയാൻ പറ്റുമോ? നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്കിപ്പോ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അതാ പറഞ്ഞ അത്രയേ ഉള്ളൂ റിവ്യൂവിന്റെ കേസിൽ. സിമ്പിൾ അല്ലേ? റിവ്യൂവിന്റെ കേസിൽ നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോകുന്നത്? ചിലപ്പോ ആയിരിക്കും, നിന്റെ കേസിലല്ല. അപ്പൊ പിന്നെ അത്രയേ ഉള്ളൂ അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കാം എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റ് ആയിട്ട് റിവ്യൂ? ഞാൻ റിവ്യൂ അല്ല, നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കില്ല. അത്രയേ ഉള്ളൂ. റിവ്യൂ ഇതൊക്കെ അടിസ്ഥാനപരമായ റിവ്യൂ എന്തിനാന്ന് നിനക്കറിയാമോ? എന്തിനാ? ഇതെല്ലാം നീ ചോദിച്ചെന്ന് വെച്ചാ എന്താണ് ഇവരൊന്ന് കറക്റ്റ് പറയാത്തെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പിന്നെ ഇപ്പൊ നമ്മൾ OTT കേസ് നീ ചോദിച്ചതില് OTT വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയുമോ, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല. കാണാത്ത സിനിമ ഞാൻ OTT അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായ സിനിമയാണ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTT വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ എനിക്കൊന്ന് അശ്വനിന്റെ അടുത്ത് അവരുടെ തന്നെ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വൻ തന്നെ പറഞ്ഞു, ആരാ ഇത് റിവ്യൂവർ തന്നെയാണ്. അവൻ പറഞ്ഞത് ഞാനത് തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു പരിപാടി വേറെ തന്നെയാണ് എന്നുള്ളത്. അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസിന്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ പോസിറ്റീവ് നമുക്ക് എല്ലാ പാളിച്ചകളും മനസ്സിലാവും. നമ്മൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടില്ലേ പല സിനിമകൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തതെന്ന് നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ചിലപ്പോൾ എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരെന്നാ പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണ്ട, നിനക്ക് കൊള്ളാം. അതിനെ കുറിച്ച് പറയണോ? സ്പോയിലർ അവന്റെ നമ്പർ അതിനാണ് ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനിടയിൽ നമുക്ക് ഏറ്റവും എല്ലാ റിവ്യൂവിലും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഗംഭീരമായിരുന്നു. അത് ഈ സിനിമ ഒരു പരിധി വരെ ഞാൻ രാത്രി സിബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തിയത് തന്നെ എല്ലാവരും പറഞ്ഞു. ഞാൻ കണ്ട എനിക്ക് അയച്ചു തന്ന റിവ്യൂസിലൊക്കെ തന്നെ എടുത്ത് പറഞ്ഞ കാര്യം ഈ സിനിമയുടെ സ്കോറിങ് ഗംഭീരമായിരുന്നു. അവസാന വാക്ക് ഡോക്ടർ റോണി. ഇതിനെ കാണാൻ പ്രത്യേകിച്ച് കാരണമൊന്നും നമുക്ക് തേടേണ്ട ആവശ്യമില്ല. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ
റിവ്യൂസ് നല്ലതാണ്, അവരുടെ അഭിപ്രായങ്ങൾ നല്ലതാണ്, പക്ഷെ അത് സ്വന്തം അഭിപ്രായമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ള മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുപ്പമുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുപ്പമുള്ള ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ധ്യാൻ പറഞ്ഞ പോലെ തന്നെ KGF ചാപ്റ്റർ 1 ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക 2-ന്റെ അത്ര ഓടിയൊരു സിനിമയല്ല. ഞാനും ശരിക്കും പറഞ്ഞാൽ OTT വന്നതിന് ശേഷം കണ്ടതാണ്. അപ്പോൾ നമുക്കത് പിന്നെ OTT വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അത് ഒരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവാൻ പറ്റാത്തൊരു സിനിമയാണ്. അപ്പോൾ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതങ്ങനെ തിയേറ്ററിൽ കാണേണ്ടതായ വിഷ്വലിയും അതുപോലെ തന്നെ ടെക്നിക്കലും ഒക്കെ സൗണ്ടായുള്ള നല്ല പെർഫോമൻസിലുള്ള നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക.